അതായത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല, ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും അവള് എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ട് എന്റെ കൂടെ വന്നിരിക്കണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്യണം ഫുള്ള്. ഞാൻ ബാംഗ്ലൂർ നോക്കുമ്പോൾ എന്റെ റൂമിൽ വന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് അങ്ങനെ ഓളെന്നെ റൂം എടുത്തിട്ട് ഓളതിന് അവിടെ ഒരാഴ്ചത്തോളം ഈ വീഡിയോ കിട്ടിയതിന്റെ ശേഷം ഒരാഴ്ചത്തോളം ഞങ്ങൾ താമസിച്ച്. അത് കഴിഞ്ഞതിന്റെ ശേഷം അപ്പോഴൊക്കെ ഇപ്പോൾ എന്നെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ട്. എന്റെ കൂടെ താമസിക്കുമ്പോ എന്നെ കുറിച്ച് വീഡിയോ ഉണ്ട്. അതന്നെ ഞാൻ പറഞ്ഞു, ഇവളത് ക്യാഷാണ്. എന്നോട് പറഞ്ഞു രണ്ടു വീഡിയോ കൂടെ ഇട്ട കുറച്ച് ക്യാഷ് ആവുക കഴിഞ്ഞിട്ട് നിർത്താൻ. ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ വിറ്റ് ഈ ക്യാഷ് ഉണ്ടാക്കി? കാരണം ഇവള് വീഡിയോ ഇടും, ഇവളെന്നെ ഓരോന്ന് പറയും, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു തരും. ഇതാ ഇനി ഓൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റെസ്പോണ്ട് കൊടുക്കണില്ല, ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് വരുന്നത് ഡിസംബർ, ഇതിപ്പോ 23 ഫെബ്രുവരി, ഈ വർഷം 23 ഫെബ്രുവരി കേട്ടോ, റമദാന്റെ ടൈമാണെന്നുള്ള ഓർക്കണം. അപ്പോ അന്ന് വിളിച്ചത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെള്ളം അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിക്കുന്ന ആളാണെന്ന് അതിൽ തന്നെ ഉണ്ട്. ഡ്രഗിന് അഡിക്റ്റ് ആണ്, ഡ്രഗ് ഉപയോഗിക്കണെന്ന് പറയുമ്പോൾ ഞാൻ അതൊരു യൂസ് ചെയ്യാത്ത സാധനം യൂസ് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോക്കുള്ള പരിപാടി. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു സിഗരറ്റാണ്. വീഡിയോ കണ്ടിട്ട് അതിന്റെ പിറ്റേ ദിവസം അവർ വരാൻ തയ്യാറാണെന്ന്, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇവൾക്ക് ഏറ്റവും ദേഷ്യമുള്ള സംഭവമാണ് നമ്മളെ ഹാപ്പിയായിട്ട് നടക്കണം കാണുന്ന. അവൾക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ഒന്ന് മാറ്റിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊക്കെ നിർത്താം, ഞാൻ ഒക്കെ ക്ഷമിച്ച്, നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ അവൾ എൻ്റെ പിന്നാലെ വീണ്ടും എൻ്റെ പിന്നാലെ വരും. എനിക്ക് ഉറപ്പാണ്. ഫസ്മിന സാക്കിർ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എനിക്ക് എന്നോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. കുറച്ചു കാലം കൂടെ ഉണ്ടായതല്ലേ, ആ ഒരു സംഭവം ഉള്ളിൽ എപ്പോഴും കിടക്കും. ബോയ്സിനും ഗേൾസിനും കിടക്കുമെന്ന് അറിയില്ല. കുറച്ചു കാലം കൂടെ ഉണ്ടായത്, ഒരുമിച്ച് ജീവിച്ചതല്ലേ എന്ന് ഇത്രയൊക്കെ കാണിക്കുന്നതൊക്കെ അല്ലാണ്ട് ഉള്ളിൽ ഇഷ്ടമുണ്ട് എപ്പോഴും. ഇതിനകത്ത് പറയുന്നത് ലല്ലുവിന് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്, അവിഹിതങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു മിസറിയ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു സ്നാപ്ചാറ്റോ, അങ്ങനെ സ്നാപ്ചാറ്റ് അല്ല സ്നാപ്പൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആരപ്പോ ഇതിന്റെ ഇടയിൽ വന്ന ഒരു മിസറിയ? അത് ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റിൽ ഞാൻ ഇവളുടെ ഓഗസ്റ്റ് അതിൻ്റെ മുൻപത്തെ മാസം കറക്റ്റ് അറിയത്തില്ല, ഞാൻ അവളായിട്ട് മൊത്തത്തിൽ സ്റ്റോപ്പാക്കിയ. എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മൊത്തം സ്റ്റോപ്പാക്കിയതിന് ശേഷം ഞാൻ സ്നാപ്പിൽ ഈ മിസ്റ്ററിയാണ് കുട്ടീനായിട്ട് ഇവളെ മൊത്തത്തിൽ എനിക്ക് വേണ്ടാന്ന് വെച്ചതിന് ശേഷം ഞാൻ ഈ കുട്ടീനായിട്ട് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാലിക്കട്ടുന്ന പ്രാവശ്യം ഇവളെ കാണിപ്പിക്കാനായിട്ട് സ്നാപ്പ് എടുത്താണ്. അല്ല ഞാനും ഇവളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്തല്ല, ഇവളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഇൻസ്റ്റയിലും സ്റ്റോറി ഇട്ട് ഇതിലും സ്റ്റോറി ഇട്ട്. അവീതുള്ള ആളെ നമ്മൾ പബ്ലിക്കിൻ്റെ മുൻപിൽ വന്നിട്ട് സ്റ്റോറി ഇട്ട് നടക്കുമോ? ഇവളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി ഇട്ടാണ്. കാരണം ഞാൻ ഓക്കെയാണ്, ഞാൻ മൂവ് ഓൺ അയക്കണ്, ഇന്നെ വിട്ടേക്ക്, ആ ഒരു മൂഡ് അവളെ മെയിനിൽ വന്നോട്ടെ വിചാരിച്ചിട്ട്, എൻ്റെ പിന്നാലെ ഞാൻ നടക്കണ്ടെന്ന് ഉള്ള ഇത് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ സ്റ്റോറി ഇട്ടത്. അതിൻ്റെ ശേഷമാണ് പിന്നെ അവള് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്. പിന്നെ അവൾ എൻ്റെ ഒരു ലിപ്പിന്റെ വീഡിയോ ഇട്ടായിരുന്നു, ഞാനൊരു ബ്ലൂ ടീഷർട്ട്. അത് ഞാൻ റിലേഷന്റെ ടൈമില് 2025 റിലേഷന്റെ ടൈമിൽ ഇവൾക്ക് പേഴ്സണലി അയച്ചു കൊടുത്ത വീഡിയോ ആണ്. ഇവളിട്ടിട്ട് ഞാൻ വേറെ ഗേൾസിനെ അയച്ചു കൊടുത്തു, അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടുന്നത്. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ? സ്നാപ്പിൽ ഇതേമാതിരി ഒരുപാട് ഗേൾസിനെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇതൊക്കെയാണ് അവന്റെ അവീതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ആ വീഡിയോ. ലൈക്ക് 2025 ജൂൺ 15 എടുത്ത വീഡിയോ ആണ്. ഫസിക്ക് അയച്ചു കൊടുത്ത വീഡിയോ ആണ്, അല്ല വേറെ ഗേൾസിന് അയച്ചു കൊടുത്തില്ല. ഞങ്ങൾ തമ്മിൽ റിലേഷനുള്ള ടൈമിൽ അവൾക്ക് അയച്ചു കൊടുത്താ. ഞങ്ങൾ തമ്മിലുള്ള ടൈമിൽ ക്യാമറ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? ഓക്കെ, ജൂണിലെടുത്ത വീഡിയോ ആണ്, 2050. ലൊക്കേഷൻ അടക്കുന്നുണ്ട് എറണാകുളം, ഇതിലുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. ഈ വീഡിയോ എടുത്തിട്ടാണ് അവള് ഞാൻ വേറെ ഗേൾസിന് അയച്ചു കൊടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിൽക്കണേ. എങ്ങനെ അത് പോസിബിൾ ആവും? സ്നാപ്പിൽ നമ്മളിപ്പോ ഒരാൾക്ക് സ്നാപ്പ് അയച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഫെബ്രുവരിയിലാണല്ലേ പറഞ്ഞത്? അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അത് പേഴ്സണലി നിങ്ങളെ നിക്കാഹ് കഴിഞ്ഞ ഓപ്പൺ ആയിട്ട് പറയാലോ, എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ് വന്നായിരുന്നു. അന്നിവിടെ ഹോളിഡേയില് ഇവർക്ക് പാർട്ടി കാണണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് പാർട്ടിക്ക് പോയപ്പോൾ എടുത്തായിരുന്നത്. അത് അവള് മിസ് ചെയ്യേണ്ട പറഞ്ഞപ്പോൾ ഞാൻ ഇത് വിട്ടുകൊടുത്ത്.
ആൾക്ക് മിസ് ചെയ്യണ്ട്, നീ ഇങ്ങോട്ട് വായോ വായോ എന്നിട്ട് വിളിക്കുക. ഞാൻ ഇവളെ പെർമിഷൻ കിട്ടിയിട്ടാണ് പൊയ്ക്കണത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടിക്ക് കയറിയിട്ടുള്ളത്. ടൈം കണ്ടാ അറിയില്ല എത്ര ടൈമെന്ന്. പിന്നെ എൻ്റെ കയ്യിലുള്ള ടാഗ് കണ്ടറിയാം, പാർട്ടിക്ക് പോകുമ്പോൾ കിട്ടുന്ന ടാഗാണ് ആ ബ്ലൂ ടാഗ് കൈമ കിട്ടണത്. അപ്പോൾ ഫ്രണ്ട്സിന് പിന്നെ അവിടുത്തെ ഹോളിഡേയും കാണിച്ചു കൊടുക്കാന്നുള്ള ഇതിൽ അങ്ങനെ പോയതായിരുന്നു. ഹോളിഡേയിലാണ് പോയിരുന്നു. അപ്പം അന്ന് ഇവള് മിസ് ചെയ്യേണ്ടത് തന്നെ. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അവൾക്ക് വിട്ടുകൊടുത്ത്, ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ എടുത്ത് വിട്ടുകൊടുത്താൽ അവൾ അടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ അവൾ വീണ്ടും ഇങ്ങനെ കോൾ ചെയ്താണ്ടിരിക്കും. ഞാനിപ്പോൾ പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് ഫോൺ ഇങ്ങനെ വെക്കണം വണ്ടിയുടെ മുൻപിൽ. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിച്ചു കൊണ്ടുവരണം. ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ. ഭയങ്കര സംശയം. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞ മാതിരി ഞാൻ വേറെ പെൺകുട്ടികളായിട്ട് ചാറ്റിങ്, മറ്റേത് റിലേഷന്, എനിക്ക് ഒരുപാട് റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ റിലേഷൻ നമ്മൾ തമാശ നോക്കൂലേ, അങ്ങനെ നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരായിട്ടെങ്കിലും ഇവളായിട്ട് ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ആരായിട്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് കേട്ടോ, അവൾ ഒരുപാട് റൂം എടുത്ത് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കലായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കണ എന്തെങ്കിലും വീഡിയോയോ എന്തെങ്കിലും ഈ ഫുട്ടേജോ എന്തെങ്കിലും എടുത്തിട്ട് അവൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വരാം. ചാറ്റുകളൊന്നും പിടിച്ചിട്ടില്ല. ചാറ്റ് ഇവള് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വാട്സപ്പ് നമ്പറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. എൻ്റെ പ്രൊഫൈൽ വെച്ച് ഈ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവം എൻ്റെ പ്രൊഫൈൽ ബിസിനസ് വാട്സപ്പിൽ വെക്കും. അവളെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രൊഫൈല് അവളെ മെയിൻ വാട്സപ്പിൽ വെക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അവളെ തന്നെ ചാറ്റ് ചെയ്യുക. ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടിൽ ഏതെങ്കിലും ഒരു ID കാണിക്കുന്നുണ്ടോ, എൻ്റെ ID കാണിക്കുന്നുണ്ടോ, ഒന്നും ക്രോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പൊ ആൾക്കാർ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിച്ച് പോകും. അത് ലല്ലുവിന്റെ ചാറ്റ് അല്ല, എൻ്റെ ചാറ്റല്ല. എൻ്റെ ഒരു ചാറ്റ് അവളെടുത്തുണ്ടാവും. അവളായിട്ട് ഞാൻ റിലേഷൻ നിർത്തിയതിൻ്റെ ശേഷം അവളായിട്ട് എനിക്ക് താല്പര്യമില്ലാണ്ട് അവളെ ഉപ്പാക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ട് മൊയ്യുമില്ല, എനിക്ക് നിങ്ങളെ മോളായിട്ട് താല്പര്യമില്ല, തൊലാക്ക് വേണ്ടി ഞാൻ മൂപ്പരോട് 3 തൊലാക്കും പറഞ്ഞിട്ട് ഞാൻ കോൾ കട്ട് ചെയ്താൽ. മൂപ്പർ അതിന് മുൻപ് കോൾ കട്ട് ചെയ്താൽ വേറെ കാര്യം. അതിൻ്റെ ശേഷം ഇതിനെപ്പറ്റി സംസാരിക്കാൻ മൂപ്പർ എന്നോട് വന്നിട്ടില്ല. സ്വന്തം മോളെ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് മൂപ്പരെ വീട്ടിൽ നിന്നോ ഒന്നോ കോൺടാക്ട് ചെയ്തിട്ട് ഒരാളും കോൺടാക്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്നാണ്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ മോളെ തീരുമാനമായിട്ട് ഓളെ വീട്ടിൽ നിൽക്കണം. എന്തോ ആയിക്കോട്ടെ, ഈ സംഭവം നടന്നതിൻ്റെ ശേഷം ഇത് എവിടെ എത്തിപ്പെടില്ല. ഞാൻ ഒരു മനുഷ്യനല്ലേ, എനിക്ക് വേറൊരാളെ ഇഷ്ടപ്പെടാതിരിക്കാം, എനിക്ക് ചാറ്റ് ചെയ്യാതിരിക്കാം. ഞാൻ ഇവളായിട്ട് മൊത്തം നിർത്തി. ഓൾ പബ്ലിക്കിന് മുൻപിൽ ഇടുകയും ചെയ്തു. ഞങ്ങൾ തമ്മിലിപ്പോൾ ഒന്നുമില്ല എന്നുള്ളൊരു സംഭവം. എന്നിട്ട് ഞാൻ വേറെ ആൾക്കാർക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും. ചാറ്റ് ചെയ്ത് ഞാനിവിടെ തമ്മിലൊരു ബന്ധമില്ല. ഇപ്പോൾ ഞാൻ ആരും ചാറ്റ് ചെയ്ത് ആൾക്കെന്താ പ്രശ്നം? ഈ ഫസ്സിക്ക് കിട്ടുന്നത് എങ്ങനെ ഈ ചാറ്റിന്റെ ഇതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാറ്റൊക്കെ എങ്ങനെ അപ്പൊ ഫസ്സിക്ക് കിട്ടുക? ഈ ഒരു ചാറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ചാറ്റ് കഴിഞ്ഞാല് ഇത് ഏതൊരു കുട്ടി ഇവള് ക്യാഷ് കൊടുത്തിട്ട് കുറേ ആൾക്കാരിന്ന് എന്നെ കൊണ്ട് ചാറ്റ് ചെയ്യും, എനിക്ക് മെസ്സേജ് അയപ്പിക്കും. അല്ലാതെ ഞാനിപ്പോൾ ഞാൻ ചാറ്റ് ചെയ്താണ്ട് ഞാൻ അവൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടുകൊടുക്കൂലല്ലോ. ആ കുട്ടികളെ വിട്ടുകൊടുക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ സെക്സ് മെസ്സേജ് ആരെങ്കിലും അയക്കും, അവർക്ക് ഓക്കെ അല്ലാതെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അയക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ അയക്കണ ഒരാളാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ഇവളായിട്ട് നിർത്തിയതിൻ്റെ ശേഷം ഒരാളോട്, അത് ഇവളെ ഫ്രണ്ടായിരുന്നു, ഇവളും ഓളെ ഫ്രണ്ടും പാടും പ്ലാൻ ചെയ്തിട്ട് അയപ്പിച്ചാണ്. അത് ഞാൻ അങ്ങോട്ടല്ല, അവൾ ഇങ്ങോട്ടാണ് കൂടുതൽ വന്നത്. ആ ചാറ്റ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അത് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല, പുറത്ത് വിടുന്ന ടൈമിൽ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഞാൻ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആ ഒരു സംഭവം. ഇത് ഇങ്ങനെ മെസ്സേജ് അയക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അതായത് ലല്ലു അങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഫസ്മിനെ ചാറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഞാൻ ഏതെങ്കിലും സ്നാപ്പ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്നാപ്പിൽ എൻ്റെ ID ഇട്ടുകൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഇതിൽ ആരെങ്കിലും ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം കേട്ടോ. ഇത് ടിൻഡർ ആപ്പാണ്. ഞാൻ ഇപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ ടിൻഡർ ആപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മാച്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങോട്ട് കയറിയിട്ട് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് എടുത്ത് നോക്കി ഞാൻ അറിയാം. ഞാൻ ഒരു മെസ്സേജോ ഒന്നും ഒരാൾക്ക് അയച്ചിട്ടില്ല. ഞാൻ വെറുതെ എടുത്താണ്. കാരണം ഇവളിത് കണ്ടോട്ടെ,
ഞാൻ ഇങ്ങനെ നടക്കണമെന്ന് ഇവള് കണ്ടോട്ടെ, ഇവള് അങ്ങനെങ്കിലും ഇന്നൊന്ന് മറന്ന് ഒഴിവാക്കി വിട്ടോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവളത് സമൂഹത്തിന് മുമ്പിൽ വേറെ രൂപത്തിലാണ് ചിത്രീകരിക്കും. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്. ഇതാണ് ഇവിടെ മെയിൻ പണി. ഒരാളെ ഫോൺ എടുത്തിട്ട് പബ്ലിക്കായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ചേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ കൂട്ടത്തിലേക്ക് ഇപ്പൊ മെഹനാസും കൂടെ എങ്ങനെയാ വന്നത്? മെഹനാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവന്റെ പടച്ചോനാണ് നേരെ, എനിക്ക് അവന്റെ കഥ എന്താന്നൊക്കെ മനസ്സിലാവണില്ല. എന്താ ഉദ്ദേശിക്കണം എനിക്ക് മനസ്സിലാവും. ആദ്യത്തെ ഭാര്യനായിട്ട് അവീതുണ്ട്, അങ്ങനെ പൊക്കി, പിന്നെ അത് പ്രശ്നമായി, അങ്ങനെ ഓള് സൂയിസൈഡ് ചെയ്താണ്ട് ഫസ്റ്റത്തെ ഒരു സംഭവം വന്നു സഫയുടെ. ആദ്യത്തെ ഭാര്യക്ക് അവിഹിതമുണ്ട്, എന്താ ബന്ധമുണ്ട്, അത് പൊക്കിയിട്ട് ഓള് സൂയിസൈഡ് ചെയ്താണെന്നാണ് ഓ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് രണ്ടാമത്തെ ഭാര്യക്ക് അവീത. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ അവീതുള്ള ആൾക്കാർ അവൻ കെട്ടണേ. അല്ല തമാശ ചോദിക്കല്ലേ, എന്തിനാ അതിന് പറയാ. എനിക്ക് അവളായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ അവീതം. അപ്പൊ ഇവൻ എന്താ, ഇവന്റെ ഓരോ വീഡിയോസ് ഞാൻ കണ്ട് മറ്റേ ഇവൻ ഓരോന്ന് അടിച്ചിട്ട് പോലീസിനെ വന്നിട്ട് ഇവളെ ഫോണിൽ നിന്ന് എനിക്ക് കാണിച്ചു തന്നായിരുന്നു അന്ന് സ്റ്റേഷനിൽ പോയപ്പോൾ. ഇവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കുക, ക്യാരക്ടർ സൂയിസൈഡിന് മതി കാർഡ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ വീഡിയോ സഫയുടെ കയ്യിലുണ്ട്. പിന്നെ ചുമരുമ്പോ പോയിട്ട് ഓരോ അക്കിങ്ങനെ എഴുതും അവന് സ്വന്തമായിട്ട് പോയിട്ട് വെറുതെ. അതായത് ഇപ്പൊ എന്താ അടിച്ചു കയറ്റണമെന്ന് പടച്ചോൺക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഉള്ള പറയാലോ, അന്ന് സാർമാരെന്ന് കണ്ടു ഇവനക്ക് എന്താ മാനസികമായിട്ടുണ്ടോന്ന് ചോദിച്ചു സാർമാര് പോലീസ് സ്റ്റേഷനിലെ. ഇപ്പൊ എനിക്കന്ന് മെസ്സേജ് അയച്ചു എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടാവുന്ന ചോദിച്ചു. ഞാൻ അവനോട് പറയാ, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടാവുന്ന ഈ എന്ത് അടിസ്ഥാനത്തിൽ ചോദിക്കണം? സ്വന്തം ഭാര്യ ആരെ കൂടെയാണെന്ന് ചോദിക്കുക. അപ്പൊ എന്റെ ഗതികേട് എന്റെ ഗതികേടെന്ന് ആലോചിക്കാണ്ട് അവന് അന്ന് സംസാരിക്കണം. എന്നിട്ട് ഓൻ അന്ന് തിരൂർക്ക് വിളിച്ചെടുത്ത്, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലുണ്ട്, ഞാൻ ഈ പോരെ വീട്ടിലോട്ട് പോരെ. ഞാൻ മുന്നേ മൂത്താപ്പാടെ വീട്ടിലേന്ന്. അപ്പോൾ ഈ വീട്ടിലോട്ട് പോരെന്ന് പറഞ്ഞു. അതില് അവൻ പറഞ്ഞു നീ തിരൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന്. തിരൂര് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയപ്പോൾ ഇവന് എൻ്റെ പേഴ്സും എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരുന്നില്ലേ, ആ സംഭവം ഇവൻ നേരെ എന്ത് ചെയ്തിക്കണേ, ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തപ്പം കൊണ്ടേക്കണം. അന്ന് ഞാൻ എന്തെങ്കിലും പറയുന്നില്ല, നമ്മൾ എച്ച് കണക്ക് വരാമെന്ന് വിചാരിക്കും. ലൈക്ക് എൻ്റെ സാധനങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ എന്നിട്ട് ഓനെ കൊണ്ടുപോയിട്ട് ഓനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വാട്സപ്പ് ഡി പി അടക്കം എൻ്റെ ടീഷർട്ടും എൻ്റെ മാലൊക്കെ ഇട്ടിട്ടുള്ള ഡി പിയാണ്. മനസ്സിലാക്കണോ? ഓൻ്റെ വൈഫിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും കിട്ടിയാണ്ട് ആ ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് ഓൻ ഇപ്പം നടക്കണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ എന്താണ് ഓൻ ചിന്തിക്കണം. ഓൻ തെളിവിനുള്ള സാധനം എടുത്തായിരുന്നു. ഞാൻ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഞാൻ എൻ്റെ വാലറ്റും കാര്യങ്ങളൊക്കെ കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരുപാട് ചൂടായി. കാരണം എൻ്റെ സാധനം എന്നെ ഏൽപ്പിച്ച് എന്തിന് നീ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവനോട് ചൂടായിട്ട് അവനോട് ആകെ പ്രശ്നമായിട്ട് ഒരു ദിവസം ഉണ്ടാവുകയായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തിരൂര് ഇവൻ വിളിച്ചിട്ട് ഇവരെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂര് ഇവിടെ പോയതിൻ്റെ ശേഷം ഇവൻ്റെ ഫ്രണ്ട്സും പാടി വന്നിട്ട് ഫസ്മിനെ എന്നോട് പറഞ്ഞ്, ഫസ്മിനെ സഫുക്കൾ എൻ്റെ ലെല്ലോനാണ്ട് വിട് എന്ന് പറഞ്ഞു. ഇവൻ നേരം എന്ത് ചെയ്തിക്കണേ, ഇവൻ്റെ ഫ്രണ്ട്സ് ഞാൻ ഒറ്റക്ക് എന്നോട് പറഞ്ഞ് ഒറ്റക്ക് വന്നാൽ മതി, നമുക്ക് എൻ്റെ വീട്ടിൽ പോകാൻ തന്നെ, എൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ല. ഞാൻ എന്ത് ചെയ്തു, ഓൻ വിളിച്ച അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് തെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് തിരൂര് നേരെ പോയി. ഓനക്ക് എൻ്റെ വീട്ടിൽ വരണം അവളുണ്ടോ നോക്കുകയാണ്. ഞാൻ ഓക്കെ ഞാൻ വരാം. ഞാൻ വന്ന പാട് എൻ്റെ വാലറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാവും വിചാരിച്ചിട്ട് വരുന്നേക്കാവും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന പാട് അവിടുന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പം വെള്ളം അടിച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് വന്ന ആൾക്കാരെ മാതിരി ഭയങ്കര സീനാക്കി. ഇവൻ വന്നിട്ട് നേരെ വന്നിട്ട് തല്ലുകയാണ്. അപ്പം ഇന്നെ തല്ലുന്ന ടൈമിൽ ഞാൻ ഒന്ന് തടുക്കാൻ നോക്കി. അപ്പം ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ബാക്കിലൂടെ വന്നിട്ട് ആണ്ട് തല്ലിയിട്ട് ഞാൻ എന്ത് ചെയ്തേ, നേരെ അപ്പത്തിന് ഹോസ്പിറ്റലിൽ പോയി. അവൻ അന്ന് കാട്ടിക്കൂട്ടിയതാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചു തരാം. അന്ന് തല്ലിയിട്ട് അന്ന് കറക്റ്റ് എനിക്ക് ഈ വീഡിയോ കണ്ടതിന് അറിയാം എത്രാം തീയതി ഓർമ്മയില്ല. ഞാൻ അന്ന് സ്റ്റേഷനിൽ അപ്പം തന്നെ പോയിട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. A4 ഷീറ്റൊക്കെ ഇതാക്കത്തില്ലേ ചെറിയ കത്തി, ആ കത്തിയായിട്ട് വരണാണ് ഓൻ്റെ ഫ്രണ്ട്സൊക്കെ പാടെ. അന്ന് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ്, മൈനാസിൻ്റെ ഫ്രണ്ട്സൊക്കെ പാടെ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ പാടി സഫ ഇവരൊക്കെ പാടെ പിന്നെ വേറെ എന്തൊക്കെയാ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വിട്ടാണ്. ഞാൻ നേരെ സ്റ്റേഷനിൽ പോയി കേസും ഇന്നെ ഇൻറ്റിമേഷൻ ആണ്ട് പോയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലോട്ട്. ഞാൻ പിറ്റേ ദിവസം വിളിപ്പിച്ച് ഞാൻ അവിടെ പോയി കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു, പരാതി എഴുതി കൊടുത്തു. പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പരാതി എഴുതി കൊടുത്തു. അത് കൊടുത്തിട്ട് മൊഴി കൊടുക്കാൻ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോകും. അപ്പോൾ അന്ന് സ്റ്റേഷനിലോട്ട് മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരും ചെയ്തു. അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആ ഇവനായിട്ട് ഒരു കോണ്ടാക്ട് ഒരു ദിനമൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കേസായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇവർ ഒരു കാര്യമില്ലാതെ വന്നിട്ട് ഉപദ്രവിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ നിക്കാഹ് കഴിച്ച് ഈ സഫാനെ കുട്ടിനിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇവരെന്നെ അവനക്ക് തന്നെ ശരിക്കും അറിയാം ഞാൻ അവളായിട്ട് ഒന്നും ഇല്ലാന്ന്. പിന്നെ അവൻ എന്തുകൊണ്ട് എങ്ങനെ കളിക്കണമെന്നും അത് അവനക്ക് തന്നെ അറിയുള്ളൂ.
ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ അവളായിട്ട് ഒരു ഡൗട്ട് ചെയ്യട്ടെ, ഞാൻ അവളായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും വന്നിട്ട് പറയാം, എടേ നമുക്കൊന്ന് ശരിയാവാം, നമുക്ക് സഫക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാം നമുക്കൊന്ന് ശരിയാവാം, ഓളെ വീട്ടിൽ നിന്ന് വിളിക്കും, ഓൻ്റെ വീട്ടിൽ നിന്ന് ഓൻ കൗൺസിലിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ താല്പര്യം ഉണ്ടോന്ന്. ഒരാളായിട്ട് അവീതമുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്വന്തം അവൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് സംസാരിക്കവരോട് പറയും, ഞാൻ അവളായിട്ട് ഒന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് ഞാൻ ഒന്ന് പറയും ഞങ്ങൾ തമ്മിൽ റിലേഷനാണ്. ഈ അവളെ ഒഴിവാക്കിയാലേ ഫസ്മിനെ എന്നെ ഒഴിവാക്കി, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കും എനിക്ക് യാതൊരു പ്രശ്നമില്ല ആ കേസിൽ, ഇതില്ലാത്ത കേസ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മെഹനാസും ഫസ്മിനെയും നല്ലൊരു കോണ്ടാക്റ്റിലാണ് പോകുന്നത്. അവർ ഒരു പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി മെഹനാസ് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണോ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടെന്നും അതിന് ഒരു മാനിപ്പുലേഷൻ ഒക്കെ ചെയ്തിട്ട് ഫസി ആ ഒരു കൂടെ നിൽക്കുന്നതാണെന്നാണോ ലല്ലു ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസിക്ക് അവള് സഫായിട്ട് എനിക്ക് ചാറ്റ് ചെയ്തല്ലോ, എനിക്ക് എന്നെ ഫ്ലാറ്റ് ചെയ്യാൻ മെസ്സേജ് അയച്ചില്ല, അത് വെളുപ്പിക്കണം, അത് ഒരിക്കലും പുറത്തു വരരുത്. മേനാസിന് അത് സഫയോട് ഫസി പറഞ്ഞിട്ടുള്ള ചാറ്റുകളും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ലേ അത്? എങ്ങനെ ഇപ്പം ചാറ്റ് പ്രൂഫ് സഹിതം കാണിക്കാൻ വിചാരിച്ചു. അന്ന് ഫസ്റ്റ് വീഡിയോ എടുത്ത ടൈമിൽ ഇവളുടെ അടുത്ത് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ പിന്നെയാണ് മേനാസ് ഈ പ്രശ്നം നടന്നതിന് ശേഷമാണ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തോന്നുന്നു. എനിക്ക് അതിനെ പറ്റി കറക്റ്റ് അറിയത്തില്ല. അതാവോ ഇവര് ഉദ്ദേശിക്കണേ, എന്താ ഇവര് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. അന്ന് ഇവന് തല്ലാനുള്ള റീസൺ ഈ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വായെന്നിപ്പോ പറയാണ്, സഫയും ഇവനും ബന്ധമുണ്ട്, ഇവനെ അടുപ്പിച്ചിട്ട് പറയിപ്പിച്ചിക്കണം. അങ്ങനെ ഒരു വീഡിയോ എടുത്തിക്കണ്, അത് ഓൾറെഡി സ്റ്റേഷനിൽ കംപ്ലൈന്റും കൊടുത്ത് FIR ഇട്ട് തട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ പോലീസുകാർ വന്നിട്ടാണ് അന്ന് മേനാസിന്റെ അടുത്ത് ഇവനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവർക്ക് ഗുണ്ടായിസം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇവരെ ബാക്ക്ഗ്രൗണ്ട് ഇവരെ അറിയുന്നവർക്ക് അറിയാം ഇവരെങ്ങനെയെന്ന്. ഇപ്പൊ ഈ ഫസ്മിനയുടെ കേസ് തന്നെ അവൾക്ക് ഒരാളെ ഒതുങ്ങാൻ അവൾക്ക് പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളതാണ്. കാരണം ഞാൻ കല്യാണം നിക്കാഹ് കഴിക്കണതിന് മുൻപ് ഞാൻ വിചാരിച്ചിരുന്നത് ഇവൾക്ക് ഈ തൊപ്പി അവന് പിന്നെ നബ്രാസ് മാത്രം ഇവിടെ റിലേഷനായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഫസ്റ്റ് ഒരു ക്രിസ്ത്യൻ ചെക്കൻ, അത് കഴിഞ്ഞിട്ട് നബ്രാസ്, അത് കഴിഞ്ഞിട്ട് വേറൊരാളായിട്ട് വീട്ടിലൊക്കെ ഒരു കല്യാണ രൂപത്തിൽ ഉറപ്പിച്ചിട്ടിരുന്നു. ആളെ പേര് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് വലിച്ചിടണില്ല, അവരുടെ ഫാമിലിയുള്ള ഒരാൾ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചെക്കനായിട്ട് ഒരു ചെക്കനായിട്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരാളും പാടി ഉണ്ട്. ഇവരൊക്കെ ഇപ്പോ അതിനുശേഷമാണ് തൊപ്പി അല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ആദിലുള്ള ആളെ കഴിഞ്ഞതിന്റെ ശേഷം തൊപ്പി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വേറൊരാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാനാ വരുന്നത്. ഇവള് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമാണ് ഇവള് ഒരാളെ വെക്കണ കാലാവധി, മനസ്സിലായോ? പിന്നെ ഇവൾക്ക് ഞാൻ ബൈപ്പോളർ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിറക്കി. അപ്പൊ ഇവളെ എന്റെ മണ്ടയിലോട്ട് ഇട്ട് ആക്ച്വലി ബൈപ്പോളർ ഉണ്ട്. 2020 ഇവള് ട്രീറ്റ്മെന്റ് എടുത്താ കോലഞ്ചേരി ഹോസ്പിറ്റലില്. 2020 to 2022 വരെ ഓള് ട്രീറ്റ്മെന്റ് എടുത്ത്. 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതായിരിക്കും. എന്നിട്ട് ഇപ്പോഴും അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ ഓള് കഴിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് അതിന് കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഇത് തെളിയിക്കണമെന്ന് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണമെന്ന് ഇപ്പൊ തന്നെ കേൾപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? അല്ല, പ്രൂഫ് ഉണ്ട്. പ്രൂഫ് അല്ല, നമ്മൾ ഇപ്പൊ കോൾ ചെയ്തിട്ട് ഇല്ല. കോലഞ്ചേരി ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഇതാണ് കോലഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ വിളിക്കാൻ പോവാണ്. അവിടെ നിന്ന് തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് ഇപ്പം അറിയാം. ഹലോ, കോലഞ്ചേരി ഹോസ്പിറ്റൽ അല്ലേ? അവിടെ നമ്മൾ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നേ. അപ്പോൾ അതിന് ആ ഡോക്ടർ ഇപ്പോൾ അവൈലബിൾ ആവണമെന്ന് അറിയാൻ വേണ്ടി വിളിക്കുകയാണ്.
ഹലോ, നമ്മളൊരു ബുക്കിംഗ് മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു അവിടുന്ന്. ആ ഫയൽ ഇപ്പോഴും അവിടെ ഉണ്ടോന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ആ ഫോൺ നമ്പർ അറിയാം, എൻ്റെ നമ്പർ തന്നെയാണ്. 859327. പേര് ഫസ്മിന സാക്കിർ. നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യോ? മറ്റേ ബൈക്ക് അത് ഏത് ഡേറ്റിലാ? നവംബർ 19, 2022 ലാസ്റ്റ് ആയിട്ട് കണ്ടത്. ബൈപ്ലോളറിന്റെ അല്ലേ? നവംബർ 7. ബൈപ്ലോളറിന്റെ അല്ലേ? സൈക്യാട്രി ഡോക്ടർ ശ്രീജ ഡോക്ടറിനെ. ഓക്കെ. ആ ഡോക്ടർ ഇപ്പോഴും ഉണ്ടോ അവിടെ? ഉണ്ട്. അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ? ബുക്ക് ചെയ്യാലോ. എന്നത്തേക്ക്? നാളത്തേക്കുണ്ടോ? നാളെ രാവിലെ ആണെങ്കിൽ ജനറൽ OP ആണ്. മാമിന്റെ പേരിലേക്കല്ല യൂണിറ്റിയുടെ ബുക്കിംഗ് പോകുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രൈവറ്റ് OP. ഓക്കെ, നാളെ വിളിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ശരി, താങ്ക് യു. കണ്ടോ, ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം. ഗൂഗിളിൽ നമ്പർ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടാണ് ഇപ്പോൾ കേൾക്കണത്. ഇതാണ് എൻ്റെ മണ്ടയിലോട്ട് ഇട്ടിക്കണത്. ഇപ്പം മനസ്സിലാക്കാം ആർക്കാണ് അസുഖം, ആർക്കാണ് ഇത് എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഞാൻ ഡ്രഗിന് അഡിക്റ്റാന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ക്യാമറയുടെ മുൻപ് നോക്കിയിട്ട് പറഞ്ഞത് ഈ റമദാൻ മാസത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ നാളെ രാവിലെ 10 മണിക്ക്, അല്ലാതെ നാളെ രാവിലെ 11 മണിക്ക് ഫസ്മിനാക്കോ മെഹനാസിനോ ഏത് ഹോസ്പിറ്റലിൽ അവർ പറയണം ആ ഹോസ്പിറ്റലിൽ ഞാൻ വരാം. അല്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാം. അവർ വരുന്നതിൻ്റെ ചിലവിനടക്കാം. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഡ്രഗ്സ് ഞാൻ യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അവരും ടെസ്റ്റ് ചെയ്യണം, അവരെ ബ്ലഡിൽ നിന്ന് കിട്ടണം. അവൾ ഉപയോഗിക്കുന്നതിന് പ്രൂഫിൻ്റെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ കാണിക്കുക, വീഡിയോയിൽ കാണിക്കുക. അവൾ ഈ റമദാൻ മാസത്തിൽ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കോൾ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അതിനപ്പോൾ ഇതിൽ ലാസ്റ്റ് കാണിച്ചാൽ മതില്ലേ? അപ്പം എൻ്റെ എടുത്ത് നോക്കണം. അപ്പോൾ ഈ റമദാനിൽ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഈ ഒരു 3 ദിവസം മുൻപുണ്ടായ സംഭവം, അത് റമദാൻ മാസത്തിൽ അടിക്കണമെന്ന് പറഞ്ഞ വീഡിയോ കേട്ടോ. ഒരു ഓള് മുസ്ലിമാണ് എന്താണെന്ന് ഓള് മുസ്ലിം ആണെന്നാണ് ഓള് പറയുന്നത്. പക്ഷെ മുസ്ലിമാണോ അല്ലെന്ന് എനിക്ക് യാതൊരു നിസ്കരിക്കും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇത്ര നല്ല ആളായിട്ട് പറയുന്നില്ല, പക്ഷെ ഞാൻ ഡ്രഗിന് അഡിക്റ്റാണ്, ഡ്രഗ് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അതൊരു യൂസ് ചെയ്യാത്ത സാധനം യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോക്കുള്ള പരിപാടി. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു സിഗരറ്റാണ്, അല്ലാതെ ഞാൻ വേറൊരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കോളേജ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ പാടായിട്ട് ബീർ അങ്ങനെ അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന മാതിരി വലിയ സംഭവം നമ്മളിതുവരെ അടിച്ചിട്ടൊന്നുമില്ല. കഞ്ചാവ്, പിന്നെ അതേമാതിരി പിന്നെ ഡ്രഗ് MDM, ഇതിലെന്തെങ്കിലും എൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അവർ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് വരാം. ഞാൻ അവരെ ചിലവെടുത്തോളാം. അവർക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്യാത്ത കാര്യം ഒരിക്കലും ഏറ്റെടുക്കത്തില്ല. ഇതാണ് റെക്കോർഡ്, കോൾ റെക്കോർഡാണ്. ഇതിപ്പോൾ 23 ഫെബ്രുവരി, ഈ വർഷം 23 ഫെബ്രുവരി കേട്ടോ. റമദാൻ്റെ ടൈമാണെന്നുള്ള ഓർക്കണം. അപ്പോൾ അന്ന് വിളിച്ചത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെള്ളം അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിക്കുന്ന ആളാണെന്ന് അതിൽ തന്നെ ഉണ്ട്. അതായത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, വെള്ളം അടിച്ചിട്ടുള്ളൂ, ഇപ്പോൾ വേറെ ഒന്നും അടിച്ചിട്ടില്ല എന്നുള്ള ഉദ്ദേശിക്കണേ. അതിനെന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇന്നെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ട് എൻ്റെ ഫ്രണ്ടിനോട് തന്നെ ഇവനോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ റെക്കോർഡുണ്ട്. എന്തിനാ ഈ ഓൻ്റെ വീഡിയോ എങ്ങനെ ഇടണമെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയാം, മാസം വെറുതെ 1-2 ലക്ഷം റുപ്യ കിട്ടില്ലേ, അത് വെറുതെ കൊണ്ടുപോയി കളയണമെന്ന്. അതായത് എന്നെ വിറ്റ് ജീവിക്കുമ്പോൾ മാസം അവൾക്ക് 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ കിട്ടണ്ട, വെറുതെ കൊണ്ടുപോയി കളയണം. ആ പറയുന്ന റെക്കോർഡുണ്ടോ? ആ റെക്കോർഡുണ്ട്. മെഹനാസും ഫസിയും കൂടെ ചേർന്നിട്ട് ഇപ്പൊ സഫേനയും ലല്ലും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള രീതിയിലേക്ക് വരുത്തിച്ച് അവരെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണെന്നാണോ ലല്ലു പറയണേ? അതെ. പിന്നെ ഇപ്പം അടുത്ത് ഒരു വീഡിയോ എടുത്തിരുന്നു, ഞാൻ ഓളെ ഊബറിൻ്റെ അടുത്ത് ഇരിക്കണത്. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങണ മുതൽ ഞാൻ ടീ ഷോപ്പിൽ പോകുന്ന വരെ ഇവള്
ഓരോരുത്തരെ ഏൽപ്പിച്ച് വീഡിയോ എടുക്കാൻ നിർത്തിക്കുക. ഇത് എനിക്ക് പുറത്തൊന്നും പോകണ്ടേ? എന്നിട്ട് ഇവർക്ക് ഒന്നും കിട്ടണില്ല. ഞാൻ അവിടെ സിഗരറ്റ് വലിക്കണത്, എൻ്റെ ടീഷർട്ടിൻ്റെ കളർ, ഇതൊക്കെയാണ് കിട്ടണത്. അല്ല എന്താ അവർക്ക്? ഞാൻ ഇത്രയും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഫുൾ ടൈം ഓരോരുത്തർ വീഡിയോ എടുത്തിട്ട്, എന്നിട്ടൊന്നും ഇവർക്ക് ഒരു ചുക്കും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാത്തതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണായിട്ട് പറയാലോ, എനിക്കിതിന് മുൻപ് റിലേഷൻ ഉണ്ടായിട്ട് ആ കുട്ടി ഞാനുമ്പാടായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. ലൈക്ക് ഡയറക്റ്റിലല്ല, ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. ഒരുപാട് മുൻപത്തെയാണ്, ഒരു 2019-18 ആ ടൈമിലുള്ള സംഭവം. 2020-19 ആ ടൈമിലുള്ള സംഭവം. ആ സംഭവം ഇവളെന്ത് ചെയ്യണേ, എൻ്റെ എല്ലാ ഫ്രണ്ട്സിന്, പിന്നെ അവളെ ഫ്രണ്ട്സിന്, ഇത് ഞങ്ങളെ ന്യൂഡായിട്ടുള്ള കാര്യങ്ങൾ റിലേഷനിലിരിക്കണം ആ കുട്ടിയുടെ ഫേസ്ബുക്കിലുണ്ട്, അത് വിട്ട് കൊടുക്കണം. ഇവളിപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അത് വിട്ടിട്ട് ഓള് എൻ്റെ വീഡിയോ പുറത്തിടുന്നിട്ട് ഓള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഫസിക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പഴയൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ ഓളെ കയ്യിലുള്ളത്. അത് ഞാൻ റോഹിൻ്റെ പേജ് തുടങ്ങുന്ന ടൈമിൽ ഓൾക്ക് ആ ഫോണിൽ എൻ്റെ ഫോൺ ഓളെ കയ്യിൽ കൊടുത്തായിരുന്നു. പിന്നെ അതേമാതിരി ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ പോയിട്ട് എന്താ പറയുക, അന്ന് സൈബറിൽ കേസ് കൊടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ കളഞ്ഞത്. ഇപ്പോൾ രണ്ടാമത് ആ വീഡിയോ കുത്തിപ്പോക്കിയിട്ട് ഇവളാണ് ഇടുന്നത്. അതിന്റെ പുറത്ത് ആ പെൺകുട്ടിന്റെ വീട്ടുകാരും കേസ് കൊടുത്തിട്ടുണ്ട്. ഫസിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസിക്കെതിരെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള കാരണം ഞാൻ കാരണത്താലാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കെതിരെ കൊടുത്തോളൂ, നിങ്ങൾ കുഴപ്പമില്ല, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പൊയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തറിയാലോ. അപ്പൊ ഞാനാണ് ഒന്നാമത് പ്രതി, രണ്ടാമത് ഫസ്മീന, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ അവള് ഓരോരുത്തർക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വേറൊരാളെ ഫോണിൽ നിന്ന് ഇവള് വിട്ടുകൊടുത്തത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവളെ നമ്പർ അടക്കം കാണിക്കണ രൂപത്തില് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഒറ്റ സംഭവത്തിന്റെ പുറത്താണ് ഞാൻ വീഡിയോ ഇടാത്തത്. പിന്നെ അതേമാതിരി ഇവളെ വീട്ടില്, ഈ ഫസ്മിന എന്ന് പറഞ്ഞ കുട്ടിയുടെ വീട്ടില് ഓളെ ഉപ്പ ഉമ്മ അല്ലാതെ ഒരു വല്യമ്മ ഉണ്ട്. ആ വല്യമ്മനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. കാരണം ആ വല്യമ്മ ഇവളെ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ അപ്പോൾ ടെൻഷനായിട്ട് എന്തോ, ഞാൻ എൻ്റെ സ്വന്തം വല്യമ്മനെ മാതിരി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും പറയാനോ ചെയ്യാനോ ഇതുവരെ നിന്നിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടിനും പാടി ഇപ്പം ഇത്രയും തല്ലി ചതച്ചുകൊണ്ട് എനിക്ക് പറയാൻ തോന്നി. അതുകൊണ്ട് പറഞ്ഞ ലൈക്ക് ഓളെ പേഴ്സണലി നാണം കെടുത്താനോ ഇതിൽ നിൽക്കാനോ ഒന്നും താല്പര്യം. നാണം കെടുത്തണമെങ്കിൽ എന്നോ നാണം കെടുത്താം. ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഓൾ എൻ്റെ കൂടെ വന്ന് നിൽക്കണം. അതായത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല, ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും അവൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പ്രൂഫ് സഹിതം കാണിച്ചിരാലോ. ഞാൻ അതിൽ ചോദിക്കണ്ട് കറക്റ്റ്. എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ട് പിന്നെ കൂടെ വന്നിരിക്കണേ. എന്താടി എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ട് പിന്നെ കൂടെ വന്നിരിക്കണേ. ഇത് സ്ക്രിപ്റ്റ് ചെയ്യണം ഫുള്ള്. അവളെന്നെ പറഞ്ഞു സ്ക്രിപ്റ്റ് ആയിരുന്നു ഫുള്ള്. നോക്കിയപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് ഏതാ ഡേറ്റ് എന്ന് പോലും അറിയിക്കണം കേട്ടോ. ഫ്രൈഡേ. എത്രാം തീയതി? ഇതാ തേഴ്സ്ഡേ നൈറ്റില്. ഏത് മാസം? ഡിസംബർ മാസം 2025. ഈ സംഭവം ഓൾറെഡി പിന്നെ യൂട്യൂബില് ഇതിനെ കുറിച്ച് വന്നതിന്റെ ശേഷമാണ് ഓൾ രണ്ടാമത് ഇന്നെ വേണം, എന്നിട്ട് ഓളെ വേറെ രൂപത്തിൽ ഇതാക്കി. ഞാൻ ഡിസംബർ മാസത്തിൽ ഓളെടുത്ത് പോയിന്ന്. ഡിസംബർ മാസത്തിൽ ഞാൻ ഓള് അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു യൂട്യൂബർ ഇതേമാതിരി ഞങ്ങളെ കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പിള്ളേർ ഫോട്ടോ എടുത്ത് വിട്ടുകൊടുത്തിരുന്നു. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന ടൈമാണ്. ഞാൻ ഇവളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ കാണാൻ വേണ്ടിട്ട് ഇവളെ നാട്ടിലോട്ട് വരണ്ടേ ആണല്ലേ. ഇവിടെ ഇന്നെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഞാൻ ബാംഗ്ലൂർ നോക്കുമ്പോൾ എൻ്റെ റൂമിൽ വന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് അങ്ങനെ ഓളെന്നെ റൂം എടുത്തിട്ട് ഓളതിന് അവിടെ ഒരാഴ്ചത്തോളം ഈ വീഡിയോ കിട്ടിയതിന്റെ ശേഷം ഒരാഴ്ചത്തോളം ഞങ്ങൾ താമസിച്ച്. അത് കഴിഞ്ഞതിന്റെ ശേഷം അപ്പോഴൊക്കെ ഇപ്പോൾ എന്നെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ട്. എന്റെ കൂടെ താമസിക്കുമ്പോ എന്നെ കുറിച്ച് വീഡിയോ ഉണ്ട്. അതെന്തിനാ?
അതന്നെ ഞാൻ പറഞ്ഞ ഇവളിത് ക്യാഷാണ്. അപ്പൊ ഇത് ലല്ലുവിന് അറിയാമായിരുന്നിട്ടും ലല്ലു ഇത് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് വീഡിയോ ഇടുന്നത്. എന്നോട് പറഞ്ഞു രണ്ട് വീഡിയോ കൂടെ ഇട്ട കുറച്ച് ക്യാഷ് ആവുക കഴിഞ്ഞിട്ട് നിർത്താൻ. ഞാൻ പറഞ്ഞു എന്തിനു എന്നെ വിറ്റ് ഈ ക്യാഷ് ഉണ്ടാക്കണേ, എനിക്ക് എന്തായാലും നിന്നോട് കൂടെ ജീവിക്കും വേണ്ട, പിന്നെ അതേമാതിരി നീ എന്താച്ച് കാട്ടി എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവൾ ഒരാഴ്ചത്തോളം എന്നെ റൂമിലെടുത്തിട്ട് ഒങ്ങോട്ടും വിടാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുക അങ്ങനത്തെ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കേസിലായത് എങ്ങനെ ഇവിടെ ഞാൻ ബസ് സ്റ്റാൻഡിലാക്കി കൊടുത്ത് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നത്. കാരണം എനിക്ക് നടക്കത്തില്ല ഉള്ള കൂടെ. ഇവള് വീണ്ടും എൻ്റെ അടുത്തോട്ട് വരിക. എന്നിട്ട് പിന്നെ ഇവള് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാനായിട്ട് കേസ് കൊടുത്തിക്കണ അത് പിൻവലിക്ക ഇങ്ങോട്ട് വായോ എന്നിട്ട് ഇന്നും തൊടുപുഴയ്ക്ക് വിളിച്ചെടുത്തി ബാംഗ്ലൂരിൽ നിന്ന്. ഇപ്പൊ അടുത്ത് കേസ് കൊടുത്തിട്ട് അത് പിൻവലിക്കാന്ന് പറഞ്ഞിട്ട് ഈ എന്റെ കൂടെ നിൽക്കുകയാണെന്ന് ഞാൻ പിൻവലിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ എന്ത് ചെയ്ത് ഇന്നെ അങ്ങോട്ട് വിളിച്ചെടുത്തി തൊടുപുഴയിലോട്ട്. ഞാൻ തൊടുപുഴയില് ഒരു ഹോട്ടലിൽ 4 ദിവസം ഇവളാണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്, ഞാനല്ല കേട്ടോ. ഞാൻ പേയ്മെന്റ് കൊടുത്ത് ഞാൻ നിൽക്കല്ലേ, ഇവള് പേയ്മെന്റ് കൊടുത്തിട്ട് അവിടെ 4 ദിവസം ഞാൻ ആ ഹോട്ടലില് 4 ദിവസം 3 ദിവസം ഞാനും ഫസ്മിന് എപ്പോഴാ വരിക അറിയോ? ആൾക്കാർ കാണും, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് ആൾക്കാർ കാണും. ഞാൻ രാത്രി വരാം, ഇന്ന് രാത്രി പിക്ക് ചെയ്യാൻ വേണ്ടി രാത്രി 1 മണിക്ക് ഓളെ വീട്ടിൽ പോയി ഞാൻ പിക്ക് ചെയ്യണം. ഓളെ വീട്ടിൽ നിന്ന് വീട്ടുകാർ സമ്മതിക്കും. വീട്ടുകാർക്കൊക്കെ അറിയാം. 1 മണിക്ക് പിക്ക് ചെയ്യും, 10 മണി ആ ടൈമിൽ അല്ലെങ്കിൽ 12 മണി ആ ടൈമിൽ ഉച്ചക്ക് ആക്കി കൊടുക്കും. അങ്ങനെയായിരുന്നു. അത് ന്യൂ ഇയറിന്റെ കുറച്ച് മുൻപ് 2 ദിവസം മുൻപ്, ഈ ന്യൂ ഇയർ തന്നെ 2 ദിവസം മുൻപ് അത് കഴിഞ്ഞ് അതൊക്കെ പോട്ടെ. ഇപ്പം അടുത്ത് ഇപ്പൊ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ഈ 2 ആഴ്ച ഞാൻ ഒരു കടയിൽ 18+ സെന്ററിൽ ഷോപ്പുണ്ട് മറ്റേ ഇവിടെ ആ ഭാഗത്ത്. അവിടെ ഷോപ്പിൽ ടീ കുടിച്ചുകൊണ്ടിരിക്കുക. ഇവളെ ഫ്രണ്ടും വേറൊരു ചെക്കനും പാടി രാത്രി 2 മണി ടൈമിൽ ബൈക്കും പോവാം. ഇവള് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അല്ല ഇവളെ ഫ്രണ്ട് ഒരു ബോയ് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ഇവള് സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട്, അതിന്റെ ബാക്കിൽ വേറൊരു കൊച്ചു ഇരിക്കുന്നുണ്ട്. 3 പേരും പാടി ബൈക്കിൽ പോവാം. അപ്പൊ ഇന്ന് ചായക്കടന്റെ അവിടുന്ന് എന്നെ കണ്ടു. ഞാൻ ചാടി എന്നിട്ട് ഇറങ്ങിയാണ്. ഇറങ്ങുന്ന ടൈമിൽ ഇവളുണ്ട് ആയ് സെബിലെ ലവ് യു ബായ് എന്നൊരു കിസ് തന്നിട്ട് ഇവളാണ്ട് പോണേ. അപ്പൊ ഇവൾക്ക് എന്താ അസുഖം എന്നോട് എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവൾക്ക് എന്താ അസുഖം എന്ന്. കാരണം ഇവള് വീഡിയോ ഇടും, ഇവളെന്നെ ഓരോന്ന് പറയും, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു തരും. ഇതാ ഇനി ഓൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റെസ്പോണ്ട് കൊടുക്കണില്ല, ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇതിലടിച്ച ഇതിനെ കിട്ടും. ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് വരും ഡിസംബർ ഹായ് ഹലോ വീഡിയോ ഇടുന്ന ടൈമിലാണ് ഇതൊക്കെ. അതിന് ഡിസംബർ 10 ഡാപ്സി ഇഷ്യൂ കണ്ടോ ഇവള്. എന്നിട്ട് പിന്നെ ഫുള്ള് മറ്റേ മൂഡിലിട്ടിട്ട് പിന്നെ മെസ്സേജ്. അപ്പൊ ഇതാണ് ഇവള്. ഞാൻ അവളെ പിന്നാലെ പോണ്ടെന്ന് പറഞ്ഞ പച്ചപ്പൊള്ള. ഞാൻ അവളെ പിന്നാലെ അല്ല പോണു, ഇവള് എന്റെ പിന്നാലെ ഇങ്ങോട്ട് വരണം. ഞാനിപ്പോൾ ഓളെ അടുത്ത് പോയിട്ട് നമുക്ക് ഇതൊക്കെ നിർത്താം, യൂട്യൂബ് ഡിലീറ്റ് ആക്കി അത് ഡിലീറ്റ് ആക്കി നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോകാൻ ഓള് വീണ്ടും എന്റെ പിന്നാലെ തന്നെ വരും. ആണെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യുന്ന മാതിരി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോൾ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം തെറി എടുക്കും. ഇപ്പൊ കേസ് കൊടുത്തോണ്ട് അല്ലെങ്കിൽ വേണ്ട, അത് കേസ് കൊടുത്തോണ്ട് ഇനി വേറെ സ്വാധീനിക്കാൻ വേണ്ടിട്ടാന്ന് പറയും. അത് വേണ്ട. ഞാൻ ഒന്ന് മാറ്റിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊക്കെ നിർത്താം, ഞാൻ ഒക്കെ ക്ഷമിച്ച് നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ അവൾ എൻ്റെ പിന്നാലെ വീണ്ടും എൻ്റെ പിന്നാലെ വരും, എനിക്ക് ഉറപ്പാണ്. ഫസിയോട് ഇതല്ലാതെ അതായത് ദേഷ്യം ഒരുപാട്, അതായത് ഇത്രയൊക്കെ കാണിക്കുന്നതൊക്കെ അല്ലാണ്ട് ഉള്ളില് ഇഷ്ടമുണ്ട് എപ്പോഴും? എനിക്ക് ഇഷ്ടമൊക്കെ എന്നോ പോയിക്കണം. കാരണം മനസ്സുകൊണ്ട് അത്രയും എന്നെ വെറുപ്പിച്ചിരിക്കണേ. പിന്നെ ഇഷ്ടം തന്നെ ഒരു സംഭവം വരില്ല. പിന്നെ ഇഷ്ടവും ഫീലിംഗ്, ഞാൻ അവളെ ഒപ്പാനും മുൻപ് തന്നെ നിങ്ങളുടെ മോളോടൊക്കെ ഒരു ഫീലിങ്സും ഇല്ല. എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യലാണ് പല കാര്യത്തിനും, എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല. കാരണം ഇന്നെ അത്രത്തോളം അവളിട്ട് എടങ്ങറാക്കിയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഫീലിങ്സും ഇല്ല. ഞാൻ ഓളപ്പാനോട് ഓളപ്പാൻ്റെ മുഖത്ത് നിന്ന് ഓളെ സ്റ്റേഷനിൽ നിന്ന് സാർമാരി ഓളപ്പാൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേസ് കൊടുത്തോളി, എന്നാലെങ്കിലും എൻ്റെ ജീവിതം ഓൾ എന്ത് വീരിട്ടാലും എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ. ഇതിപ്പോൾ വീരിട്ട് നാട്ടു കേസ് കാര്യങ്ങളൊക്കെയാണ്. എന്നാലും എനിക്ക് ഉറങ്ങുന്ന ടൈമിലല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിൽ ഒരു സമാധാനം ഉണ്ടാവും. മറ്റേ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടോർച്ചറിങ് തന്നെയാണ്. ഇതാണ് അവസ്ഥ. പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ LVB ഉള്ള അക്കൗണ്ട് ഫോളോവേഴ്സ് അവളായിട്ട് ഉണ്ടാക്കി തന്ന ഫോളോവേഴ്സാണ്. അതുകൊണ്ട് ആ ഡിലീറ്റ് ആക്കുന്ന ഇൻസ്റ്റാണ്. ഞാൻ ആ സ്പോട്ടിൽ തന്നെ, അത് കുറേ ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു ഇവളിങ്ങനെ വന്ന് പറയുന്നത്, ഞാൻ ആ സ്പോട്ടിൽ തന്നെ ആ അക്കൗണ്ട് കളഞ്ഞ്.
ഞാൻ ഒഴിവാക്കി. ആ അക്കൗണ്ട് ഞാൻ എന്നിട്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണേ. ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് 1 മാസമായിട്ട്. അതിൽ എത്ര 15K അങ്ങനത്തെ സംതിങ് എന്തൊക്കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി. കാരണം ഇവള് കാരണത്താൽ കിട്ടിയ റീച്ച് എനിക്ക് വേണ്ട. ഞാൻ അതും ആഗ്രഹിക്കണില്ല. റീച്ചും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, വീഡിയോയും വേണ്ട, ഒന്നും വേണ്ട, സമാധാനം മതി. ആ ഒരു മൂഡിൽ ഞാൻ പോണത്. പിന്നെ റീൽസ് ഇട്ട് അത് ഇവള് എന്നെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ ഞാൻ ഓക്കെയാണ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടാണ്ട് ഞാൻ ഓക്കെ ആയിട്ട് പോണേ. ഇവൾക്ക് ഏറ്റവും ദേഷ്യമുള്ള സംഭവമാണ് നമ്മളെ ഹാപ്പി ആയിട്ട് നടക്കണം കാണുന്ന. അവൾക്ക് തീരെ ഇഷ്ടമല്ല. ഇക്കെതിരെ വീഡിയോ ഇടാനുള്ള റീസൺ എന്നാണ് ഫസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അന്ന് പാർട്ടിക്ക് പോയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇട്ടുക, ബാംഗ്ലൂർ പാർട്ടിക്ക് പോയില്ല അതുകൊണ്ട് വീഡിയോ ഇട്ടുക. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്താ ചെയ്യുക, ആകെ കുടുങ്ങി പോയിക്കണതിൽ. ഈ ലൂപ്പ് എന്നിട്ട് കേസിലാണ്. മറ്റേ PSC എക്സാം ചെയ്തിട്ട് മാതിരി മറ്റേ തൊപ്പിയിലെല്ലോ ഫസ്മീന നിങ്ങൾ കണ്ടായിരുന്നില്ലേ? ഇതൊക്കെയാണ് ഓരോരുത്തർ വിട്ടുതരുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ എത്ര പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ, എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് ഒരിക്കലും മനസ്സിലാൻ പോകണില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരിക്കലും ഒരു ഉൾക്കൊള്ളല്ലോ. അപ്പൊ ഈ ചാറ്റോ, അപ്പൊ ഇതോ അതോ ഇതോ അങ്ങനെ ചോദിക്കുക. എന്താ ചെയ്യാം, കുടുങ്ങി. പിന്നെ സ്ത്രീകൾക്ക് ഈ വനിതാ കമ്മീഷണർ മറ്റേ കമ്മീഷണറുള്ള മാതിരി പുരുഷന്മാർക്ക് എന്തിനു വേണം? മറ്റേത് ഉണ്ടായിട്ട് എന്താ കാര്യം? ഏതൊക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ ഇവിടെ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ സാർമാർ ഇവരൊക്കെ നമ്മള് എന്താ പറയാ, ഒന്ന് പറഞ്ഞ രണ്ടാമത് വീഡിയോ എടുക്കാൻ. സാറിനോട് സ്റ്റേഷനിൽ വിളിച്ചപ്പോ സാറിനോട് ഇവള് പറയാണ്, എനിക്ക് പോലീസാണെന്ന് വിശ്വാസമില്ല, വീഡിയോ കോൾ ചെയ്യുന്നു. സാറ് പറഞ്ഞു, ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ എന്തിനും പോയി, ഞാൻ എന്താ ആരോട് സമാധാനം? എനിക്ക് എൻ്റെ വീട്ടില്. കാരണം സാർമാർക്ക് അടക്കം ഇവളെ ഇട്ട് ഹാൻഡിൽ ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. ആരും നിക്കത്തില്ല അതിന്. ഇവളങ്ങനെയാണ്. അത് ഇവളെ നാട്ടിൽ പോയിട്ടൊരു മൈക്കും പിടിച്ചിട്ട് തൊടുപുഴ ടൗണ് മുതൽ ഉടുമ്പന്നൂർ ടൗൺ വരെ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുക, ഫസ്മിന എന്താ പാട്. സ്വന്തം നാട്ടിൽ പോയിട്ട് അന്വേഷിക്കണ്ടേ. ഇന്നലെ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടു. ഓളെ സ്വന്തം വീടിൻ്റെ അടിയിലുള്ള ഒരു പയ്യനെ, ഒരു 13-14 വയസ്സായ ഒരു പയ്യന്, ആ പയ്യന്റെ വീഡിയോ എടുത്തിട്ടിരിക്കണം അവള് സ്റ്റോറി ആയിട്ട്. എന്നിട്ട് ആ അവിടുത്തെ ഒരാളിനെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങളായി നിങ്ങളെ പാടായി. ഞാൻ അവളെ കുറ്റം കണ്ടെത്താനല്ല നടക്കണ്, എന്റെ കുറ്റം കണ്ടെത്താനല്ല. ഞാൻ അവളെ കുറ്റം കണ്ടെത്താൻ അവളോട് എനിക്ക് ദേഷ്യ കാര്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതേറ്റ് കുത്തിപ്പൊക്കി എൻ്റെ അടുത്ത് കയറണ്ട. കാരണം ഓള് സ്റ്റോറി ഇട്ടാണിത് ഒരു പയ്യനെ. കൊച്ചു പിള്ളേര് കയറി പൂ മോനെ നണ്ട് ഒരു സംഭവം, ഒരു 13 വയസ്സായ കൊച്ചിനാണ് പറയുന്നത്. ഇത് ക്യാമറന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒക്കെ ഓളങ്കായി ഒരു കൊച്ചിന് കൊച്ചിന്റെ മുഖത്തിൽ കാണാൻ വിചാരിച്ചു. കണ്ടില്ലേ, ക്യാമറ കാണിക്കാൻ പറ്റില്ല. ഓള് സ്റ്റോറി ഇട്ട് ഈ സ്റ്റോറി കണ്ട എല്ലാവർക്കും അറിയാം. ഇതൊക്കെയാണ് ഓള് സ്വന്തം വീടാണ് മുകളിലുള്ളത്. അടിയിൽ നിൽക്കുന്ന ആൾക്കാരോടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ നാട്ടുകാർ ഇവൾക്ക് അവളെ വീട്ടുകാരായിട്ട് നേബേഴ്സിനെ ടച്ച് ഇല്ല, ഒരാൾക്കാരായിട്ട് ടച്ച് ഇല്ല, സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഒരു ഫാമിലിയിൽ 2 പേർക്കും ഇതാ അവസ്ഥ. ഞാൻ ആ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓളെ സ്വന്തം ബ്ലഡിലുള്ള ആൾക്ക് ഇൻ്റെ അതേമാതിരിയുള്ള അവസ്ഥ. എല്ലാവരും സെപ്പറേറ്റഡാണ്. ആകെ 2 മക്കളല്ല, 2 മക്കളും സെപ്പറേറ്റഡാണ്. ഇവള് പറയുന്നുണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും തൊലാക്ക് കൊടുക്കണില്ല എന്ന്. തൊലാക്ക് കൊടുക്കാൻ അവളെ ഉപ്പാക്ക് വിളിച്ച് തൊലാക്കില്ല. ഞങ്ങൾ ലീഗലായിട്ട് രജിസ്റ്റർ ഓഫീസിൽ എന്തെങ്കിലും പോയിട്ട് സൈൻ ചെയ്തിട്ടില്ല. ഇനി അവൾക്ക് തൊലാക്ക് വേണം എന്നിട്ട് അവള് വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട്. അവൾക്ക് കുല എന്നൊരു സംഭവം ഉണ്ട് ഇസ്ലാമില്. അവൾക്ക് അറിയോന്ന് അറിയില്ല, കുല എന്നൊരു സംഭവം ഉണ്ട്. അവൾക്ക് ഇങ്ങോട്ടും ചെല്ലാം. അപ്പൊ ഞാനിപ്പോ ഓൾ എന്തിനോട് നിന്നോട് തൊലാക്കെല്ലാം പറഞ്ഞാൽ അറിയോ, ഞാൻ തൊലാക്ക് ചെല്ലി ഞാൻ ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അവൾക്ക് അയിന്നും ഇവൻ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അയിന്നും ഒരു എമൗണ്ട് തട്ടിയെടുക്കാൻ. ഞാൻ എന്താ പറയാ, നിക്കാഴ്ച ഞാൻ ഗോൾഡ് അങ്ങോട്ട് കൊടുത്തിട്ട് നിക്കാഴ്ച അവളെ വീട്ടിൽ നിന്ന് ഒരു കാർ എനിക്ക് ഗിഫ്റ്റ് ഇട്ടിരുന്നു. ആ കാർ ഗിഫ്റ്റ് ഇട്ടി അവളെ എന്നോ ഒഴിവാക്കണം അന്ന കാറെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്താ. ഞാൻ പിന്നെ തൊടാൻ പോയിട്ടില്ല. ഓള് നിക്കാഹ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഗോൾഡ് കൊടുത്ത് നിക്കാഹ് കഴിച്ചോണ്ട് ഞങ്ങൾ ഇസ്ലാമിക നിയമപ്രകാരം ഒരു സംഭവമുണ്ട്, ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് റിട്ടേൺ വാങ്ങാൻ പാടില്ല. പക്ഷെ നമുക്ക് ലീഗൽ വഴിയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. പക്ഷെ
ഞാൻ ആ ഒരു സംഭവം പരിഗണിച്ചിട്ട് ഞങ്ങൾ ഫിസിക്കലായിട്ട് ഉണ്ടായി എനിക്ക് ബോധ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഗോൾഡും വേണ്ട ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. അവരൊരു ഗോൾഡോ ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. ഓളൊപ്പാൻ്റെ അടുന്ന് 10 രൂപൻ്റെ സ്ത്രീധനം എന്തെങ്കിലും ഓളൊപ്പാനോട് കാർ എടുത്ത് തരണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓളെ വാപ്പെടുത്തുന്ന. എന്നിട്ട് ഓളെ വീട്ടിൽ നിന്ന് ഒരു ഗോൾഡോ സ്ത്രീധനോ ക്യാഷോ എന്തെങ്കിലും തന്നിക്കണമെന്ന് ഓൾക്ക് പറയാൻ ഒരു ഇതുമില്ല. ഇനിയിപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ ഈ തൊലാക്കി എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പൈസ തട്ടിയെടുക്കാൻ പറ്റുമോ നോക്കും. ക്യാഷ് ആണല്ലോ മെയിന്. അപ്പോൾ ഓൾക്ക് കുലാൻ്റെ ഒരു സംഭവമുണ്ട്. ഫസ്മിന സാക്കിർ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കുലാൻ്റെ സംഭവമുണ്ട്. ഗേൾസിന് ബോയ്സിനോട് പറയാം കുല അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമാണ്. ജസ്റ്റ് അറിവുള്ള നിന്റെ ഉപ്പാക്കൊക്കെ ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എവിടെ വന്നിട്ട് നീ പബ്ലിക്കായിട്ട് സൈൻ ചെയ്തു തരണം എന്ന് ചെയ്തുതരാം, യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് എന്നോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. കുറച്ച് കാലം കൂടെ ഉണ്ടായതല്ലേ, ആ ഒരു സംഭവം ഉള്ളിൽ എപ്പോഴും കിടക്കും. ബോയ്സിനും ഗേൾസിനാണ് കിടക്കുമെന്ന് അറിയില്ല. കുറച്ചു കാലം കൂടെ ഉണ്ടായത്, ഒരുമിച്ച് ജീവിച്ചതല്ലേ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പം നിനക്കിപ്പോൾ ഇൻ കേസ് നീ നാളെ ഇവിടെ എവിടെയെങ്കിലും റോഡിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും ആര് തിരിഞ്ഞു നോക്കിയാലേ ഞാൻ ഉണ്ടാവുള്ളൂ. അത് ഉള്ളിലൊരു സംഭവം ഉണ്ട്. ആ ഒരു സംഭവത്തിന് പുറത്ത് നമ്മൾ നിന്നെ കുറിച്ച് ഇത്രയും കാലം ഒന്നും പറയാതെ പിന്നെ അവസ്ഥ കാരണത്താൽ അങ്ങനെ ചെയ്യണേ. അപ്പം മനസ്സിലാക്കിയിട്ട് നിർത്തി പോകാൻ പറ്റുന്നത് നിർത്തി പോവുക, അപേക്ഷയാണ്. അത്രേ പറയാനുള്ളൂ. ഓള് എല്ലാ വീട്ടിലും പറഞ്ഞു എൻ്റെ വീട്ടുകാരെ കൊണ്ട് ഓൾക്ക് ഒരു ദുരവം ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ വീട്ടുകാർ അവളെ അത്ര അടിപൊളിയിൽ നോക്കിക്കണം. ഓളെ വീട്ടുകാർ എന്നെ നോക്കിയിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ തന്നെ കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു തെറ്റ് കാണുമ്പോൾ അത് അവളെ കൂടെ എന്നിട്ട് ആ തെറ്റ് തിരുത്താൻ നോക്കും. ഇവളെ വീട്ടുകാർ എന്നെ മോളെടുത്ത് തെറ്റുകൾ കണ്ടാലും അത് നമ്മളെ പൈചാരിക്കാൻ നോക്കും. എൻ്റെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസിൽ അമ്മായിയമ്മൻ്റെ പ്രശ്നമായിരിക്കാനും വരിക അല്ലേ. ഓൾക്ക് അങ്ങനത്തെ ഒരു സംഭവം പറയാൻ കിട്ടൂല. കാരണം എൻ്റെ വീട്ടിൽ ഓള് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഈ ടൈം വരെ, ഈ ടൈമല്ല ഞങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന ടൈമിൽ ഓൾ 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണി 12 മണിക്ക് എണീക്കുക. ഏതിനും വീട്ടിൽ സമ്മതിക്കുമോ? ഓളെ എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ക്യാഷിൻ്റെ കാര്യം, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജയിക്കുന്ന ആൾക്കാരാണ്. ഓൾ ഫസ്റ്റ് 20,000-നും 30,000-നും ഒക്കെ കുറേ ഗൂഗിൾ പേൻ്റെ ട്രാൻസാക്ഷൻ കാണിച്ചു തന്നെ. ഇവൾ ഗെയിമിൻ്റെ ഇല്ലീഗൽ ഗെയിമിൽ പ്രൊമോഷൻ ചെയ്തിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അതിന് മുൻപ് അതിൽ ഓളെ വീഡിയോസ് കണ്ട പിള്ളേർക്ക് അറിയാം. ഓൾ ATM സ്വൈപ്പ് ചെയ്തിട്ട് കനറ ബാങ്കിൻ്റെ ATMന്ന് ക്യാഷ് എടുക്കുന്ന ഒരു സംഭവം കിട്ടും. എൻ്റെ അക്കൗണ്ടിൽ 20,000-25,000 ഗൂഗിൾ പേ വഴി ഇടും. എന്നിട്ട് ഇവള് ATMൽ സ്വൈപ്പ് ചെയ്യും. സ്വൈപ്പ് ചെയ്തിട്ട് ക്യാഷ് കാണിക്കും വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓളടുത്ത് അന്ന് ATM ഇല്ല. ഓളന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ടൈം ആയിരുന്നു. ഞാനാണ് ഓളെ വീട്ടിൽ 2ാമത് കയറ്റിക്കണം കേട്ടോ. മറ്റേ ഇവൻ്റെ കൂടെ പോകുന്നതിൻ്റെ ശേഷം, ഓളെ എക്സിൻ്റെ കൂടെ പോകുന്നതിൻ്റെ ശേഷം വീട്ടിൽ നിന്ന് ഓളെ പുറത്താക്കി. ഓള് ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് എറണാകുളത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്യാഷ് ATM കാർഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഗൂഗിൾ പേ ക്യാഷ് അയക്കും. ഞാനെന്ത് ചെയ്യും, ATM കാർഡ് ഓൾക്ക് കൊടുക്കും. ഓൾ എന്നിട്ട് പോയി വീഡിയോ എടുക്കും. ഞാനാ വീഡിയോ എടുത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിരുന്നു. ആ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇവൾക്ക് ആവശ്യമുള്ള മേക്കപ്പ് എല്ലാം തന്നെ വേറെ എന്തെങ്കിലും സാധനം പുറത്ത് പോകുമ്പോൾ ഭയങ്കര ക്യാഷ് വിട്ടുതരും. പിന്നെ അതേമാതിരി ഇപ്പം ഈ റൂം എടുത്ത ക്യാഷ് അവളെ തന്ന കാര്യം തന്നു തന്നെ പറയും. അവളെ തന്നിക്കണം. അവൾ പറഞ്ഞിട്ട് വന്നിക്കണം. അവളെൻ്റെ റൂം എടുക്കാൻ പറഞ്ഞത്. ഞാനവിടെ ഡോർമെട്രി നിൽക്കാൻ പോയിരുന്നു. അവളാണ് ഞാൻ രാത്രി വരെയൊക്കെ വരണം എന്തായാലും എന്ന് പറഞ്ഞിട്ട് അവളാണ് റൂം എടുത്തിക്കണം. പിന്നെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും അവൾ തന്നിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളല്ല കുറേയൊക്കെ എന്താ പറയുക, അത് ഞാൻ അവൾക്ക് അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൾ എനിക്ക് മാത്രമല്ല. പക്ഷെ ഞാൻ ഇപ്പം ഇത്ര ഉള്ളിൽ ദേഷ്യം അവൾക്കൊന്നും ചെയ്തിട്ടില്ല. അവൾ അത് ഇത് നിൽക്കുവാണെങ്കിൽ പറയാം. ആ ഉള്ള പോലെ അക്ക പോലെ പറയണേ. അവൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുപോലെ അവൾക്ക് അതുപോലെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഹെൽപ്പ് എന്നല്ല എൻ്റെ പേര് പറയാം. കല്യാണം കേൾക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഒരാളടുത്ത് ഉണ്ടാവാത്ത ടൈമിൽ ഒരാളെടുക്കും, ഒരാളടുത്ത് ഉണ്ടാകുമ്പോൾ ഒരാൾ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ജീവിതം. അതിപ്പോൾ ബ്രേക്കപ്പ് അതിൻ്റെ ഷോ എൻ്റെ ഇരുന്ന് അങ്ങനെ ആക്കി ഫുഡിന് ക്യാഷില്ല ഇത് ക്യാഷില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതിന് എന്ത് പേര് വിളിക്കാൻ എനിക്കറിയില്ല. അതേമാതിരിയുള്ള മെസ്സേജ് എൻ്റെ കയ്യിലും കിടക്കുന്നുണ്ട്. അവളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകാന് അത് ഞാൻ ഇതിന് പറയണില്ല. അത് വിടണ നല്ല എച്ച് കണക്ക് പറയാമെന്ന് വിചാരിക്കും. അത് എന്തിനാ വെറുതെ